ഡൽഹിയിൽ ഒരു 30-കാരന് വെടിയേറ്റിരിക്കുന്നു. എന്താണ് ആക്രമണത്തിന് പിന്നിലെന്ന കാരണം ഇപ്പോഴും വ്യക്തമല്ല. പ്രദേശത്ത് സമാധാനത്തോടെ സഹോദരിക്കൊപ്പം ജീവിച്ചിരുന്ന യുവാവിനെതിരെ ഇത്തരമൊരു കൊലപാതക ശ്രമം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പോഴും അയാൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഡൽഹിയിലെ അംബേദ്കർ നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഡൽഹിയിലെ മദൻഗിരിയിൽ സഹോദരിക്കൊപ്പം താമസിക്കുന്ന ഒരു 30-കാരനായ ചെറുപ്പക്കാരനാണ് നിക്കി എന്ന് എല്ലാവരും വിളിക്കുന്ന നിഖിൽ. നിഖിൽ ആ പ്രദേശത്ത് തന്നെ ഒരു കട നടത്തിയായിരുന്നു അതിജീവനത്തിനുള്ള പണമൊക്കെ കണ്ടെത്തിയിരുന്നത്. ആരുമായും യാതൊരു ശത്രുതയും വച്ചുപുലർത്താതെ വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു മദൻഗിരിയിലെ നിഖിലിന്റെയും സഹോദരിയുടെയും ജീവിതം. ജനുവരിയിലായിരുന്നു ഇരുവരുടെയും അച്ഛൻ മരിക്കുന്നത്. അമ്മയാകട്ടെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 8:30 ഡൽഹിയിലെ അംബേദ്കർ നഗർ പ്രദേശത്ത് മദൻഗീർ ഭൂമിയ മന്ദിറിന് സമീപത്ത് വെച്ച് നിഖിലിന് വെടിയേൽക്കുന്നത്. ആരാണ് വെടിയുതിർത്തതെന്നോ എന്താണ് അതിന് പിന്നിലെ കാരണമെന്നോ പോലും നിഖിലിന്റെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും അറിയില്ല. സംഭവത്തിൽ നിഖിലിന്റെ നാട്ടുകാരും പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. पूरी घटना तो सर हमने देखी ही नहीं है, जो हमने सुना ही है बस कि बाहर दुकान पे खड़ा था अपनी, तो कुछ लोगों ने गोली चला दी उस पर, और उसके बाद सब ले गए हैं ट्रॉमा सेंटर. उसके बाद हमें कुछ पता नहीं है कि क्या हुआ है क्या नहीं हुआ है जी. और ये हमें पता नहीं है अभी. जानकारी मिलेगी तो पता चलेगा कुछ. निखिल नागर नाम था. ये सामने ही दुकान थी इनकी चिकन की जी. किस चीज की दुकान थी? चिकन की दुकान थी सर. ये करते थे. तो क्या लड़ाई झगड़ा था किसी से? पर फिलहाल तो कुछ भी नहीं था, बिल्कुल ठीक था. क्योंकि अभी कुछ 2 महीने पहले ही पापा एक्सपायर हुए हैं उसके. तो बिल्कुल अभी तो कुछ भी नहीं था ऐसा जी. कितने बजे निकला था निखिल? ये हमें अंदाजा नहीं है जी, क्योंकि मैं काम पे था उस समय. कितने बदमाश थे, किस चीज से थे, कितनी गोली मारी? कोई आइडिया नहीं है मुझे. अब मुझे पूरे का तो मुझे भी नहीं पता. वैसे ये पता था कि मैं अंदर थी तो एकदम में बंदूक की आवाज आई थी, तो हम बाहर निकले थे तो उनको गोली लगी, वो लेके गए. बस इतना ही हुआ. मैं तो अब अंदर आ गई. फिर निक्की क्या करता है? अब निक्की अपना काम धंधा करता होगा, ये भी मुझे नहीं कितने पता. साल का है? ये मेरे को नहीं पता. 30 के लगभग तो होगा ही वो. क्या आप कितने बजे की घटना है ये? ये 9 बजे की घटना है. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ നിഖിലിനെ അപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇപ്പോഴും അയാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഒന്നിൽ കൂടുതൽ പേരുടെ നീക്കം ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. സംശയം തോന്നിയ ആളുകളെയും നാട്ടുകാരെയും അടക്കം ചോദ്യം ചെയ്യുന്നതും ഇപ്പോൾ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.